ഡ്രസ്സ് ധരിക്കുന്നതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം എന്നാണ്. ഞാൻ രണ്ട് പ്രശ്നം പറയാം. ഒരു പ്രശ്നം തരുമോ, നിങ്ങൾ ശരിയായ ഡ്രസ്സ് ധരിച്ചൊരു പെൺകുട്ടിയും അല്ലാത്തൊരു പെൺകുട്ടിയും നന്നായി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുഖത്തൊക്കെ പുട്ടിട്ട് പുറത്തിറങ്ങുന്ന ഒരാളും ശരിക്കും സാധാരണഗതിയിൽ ഒരു മഫ്തിട്ട് പുറത്തിറങ്ങുന്ന ഒരാളും തമ്മിൽ വ്യത്യാസം തരും. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചൊരാൾ കാണുമ്പോൾ ആ കാണുന്ന വ്യക്തി മനസ്സിലാക്കുമെന്ത്, ഡ്രസ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പുറത്തുള്ളതിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കോസ്മെറ്റിക് ഉപയോഗിക്കുന്നതിലോ ഡ്രസ്സിലോ ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളെ വിലയിരുത്തുന്നത് എന്താ അറിയോ, ഇവളിലേക്കൊരു എൻട്രി ഉണ്ട് എന്നാണ്, നിന്നിലേക്കൊരു പ്രവേശനമുണ്ട് എന്നാണ്. നിങ്ങളുടെ വസ്ത്രം നിങ്ങളെ തിരിച്ചറിയാനാണ്. നിങ്ങൾ മാന്യയല്ല, നല്ലവളല്ല, നിങ്ങളിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങളുടെ ഡ്രസ്സിൽ ഒറ്റ നോട്ടം നോക്കി മനസ്സിലാകും. അത് നിങ്ങൾ സുരക്ഷയിൽ നിന്നും പുറത്ത് കിടക്കുകയാണ്. അയാളുടെ കണ്ണുകളിൽ നിങ്ങൾ പതിയുമ്പോൾ നിങ്ങൾ സുരക്ഷിതയല്ലാതായി തീരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ എന്താ പറയുക, ഡ്രസ്സ് ശരിയായില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കാണുന്ന ആ കാഴ്ചക്കാരൻ്റെ മനസ്സ് നമുക്ക് അറിയില്ല. അവൻ രാത്രി മുഴുവൻ പോൺ വീഡിയോസ് കണ്ടിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അവൻ നിങ്ങളെ കണ്ട് അവൻ നിങ്ങളെ ആഗ്രഹിച്ചാൽ അവൻ വിചാരിക്കുന്നിടത്ത് നിങ്ങൾ എത്തിയിരിക്കും. അതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? നമ്മുടെ ഡ്രസ്സിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഡ്രസ്സിൽ അങ്ങനെ ചിന്തിച്ചില്ല. നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ സുരക്ഷിതത്വം ആ ഡ്രസ്സിലാണ്. എല്ലാ കാര്യത്തിലും ആ സുരക്ഷിത വലയത്ത് നിങ്ങളെ പുറത്തിറക്കുക. എന്താ ഇപ്പോൾ ഈ ഡ്രസ്സ്, എന്താ മൂടി പോച്ചിട്ട് എന്താ കാര്യം, ചില ആശയങ്ങൾ പറഞ്ഞിട്ട് ആ സുരക്ഷിതമായ സ്ഥലത്ത് നിങ്ങളെ പുറത്തിറക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം.